ബി.ജെ.പിയുടെ വർഗീയ അജണ്ടകൾക്ക് കേരളത്തിൽ ചുവപ്പ് നാടയൊരുക്കി ന്യൂനപക്ഷങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന വി.ഡി. സതീശൻ സർക്കാരിന്റെ ആർ.എസ്.എസ്. പ്രീണന നയം പൂർണ്ണമായും വെളിപ്പെടുകയാണ്. വഖഫ് ബോർഡിനെതിരായ ഹർജിയിൽ ഹൈക്കോടതിയിൽ ബി.ജെ.പിയെ തുണയ്ക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശനും വഖഫ് മന്ത്രി എൻ ഷംസുദ്ദീനും നേരിട്ട് ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിയമ ഭേദഗതികൾ കേരളത്തിൽ നടപ്പാക്കാൻ പിണറായി സർക്കാരിനേക്കാൾ അസാധാരണ ധൃതിയും ആവേശവുമാണ് നിലവിലെ യു.ഡി.എഫ്. സർക്കാർ കാണിക്കുന്നത് എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങളെ അടിവരയിടുന്നതാണ് ഫയലുകൾ സഞ്ചരിച്ച വേഗത. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള റവന്യൂ എഫ് വിഭാഗമാണ് അഡ്വക്കേറ്റ് ജനറലിന് കൈമാറാനുള്ള അനുകൂല നോട്ട് തയ്യാറാക്കിയത്. സതീശന്റെ കീഴിലുള്ള നിയമവകുപ്പ് ഇത് അതീവ രഹസ്യമായി പരിശോധിച്ച് എ.ജിയുടെ ഓഫീസിന് കൈമാറുകയും ചെയ്തു. വഖഫ് സംരക്ഷകരെന്ന് നടിക്കുന്ന മുസ്ലിം ലീഗ് നിയമിച്ച സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പി.എം. സനീർ ഈ ജനദ്രോഹ നോട്ടിൽ കൗണ്ടർ ഒപ്പിട്ട് നൽകിയെന്നത് ലീഗിന്റെ ഇരട്ടത്താപ്പും തുറന്നു കാട്ടുന്നുണ്ട്. ആർ.എസ്.എസ്. ബന്ധം ആരോപിക്കപ്പെട്ട എ.ജി. ജാജു ബാബുവാണ് കോടതിയിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഹർജിയെ പരസ്യമായി പിന്തുണച്ച് വാദിച്ചത്. ഇതോടെ ആർ.എസ്.എസ്. അജണ്ടകൾക്ക് സതീശൻ സർക്കാർ വിടുവേല ചെയ്യുകയാണെന്ന് പകൽ പോലെ വ്യക്തം. കേവലം ദിവസങ്ങൾ കൊണ്ടാണ് ഈ വഞ്ചനയ്ക്ക് പിന്നിലെ ഫയലുകൾ നീങ്ങിയത്. ജൂലൈ 14-നാണ് റവന്യൂ എഫ് വിഭാഗം ബി.ജെ.പി. ഹർജിക്കാരൻ അനുകൂലമായ പ്രസ്താവന ചമച്ചത്. അണ്ടർ സെക്രട്ടറി ബി പുഷ്പവല്ലി ഒപ്പുവെച്ച ഈ പ്രസ്താവന നിയമവകുപ്പിന്റെ പച്ചക്കൊടിയോടെ എക്സ്പ്രസ് വേഗത്തിൽ എ.ജിയുടെ ഓഫീസിലെത്തിക്കുകയും ലീഗുകാരനായ പ്ലീഡർ സനീർ വഴി അന്നു തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം, അതായത് 15-ാം തീയതി തന്നെ ബി.ജെ.പി. നേതാവിന് അനുകൂലമായ വിധി സമ്പാദിച്ചെടുക്കാനും സർക്കാരിനായി. എന്നാൽ വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലുള്ള ഹർജികൾ കോടതിയെ ചൂണ്ടിക്കാണിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. സതീശൻ സർക്കാരിന്റെ ഈ കടുത്ത വഞ്ചനയ്ക്കെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. വഖഫ് വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രവും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബി.ജെ.പി. നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താല്പര്യപ്രകാരമാണെന്നാണ് സമസ്ത മുഖപ്രസംഗത്തിലൂടെ പരസ്യമായി ചോദിക്കുന്നത്. വചനം പാലിക്കുമെന്ന് വീമ്പ് പറയുന്ന സർക്കാരിന്റേത് ശുദ്ധ ഇരട്ടത്താപ്പാണെന്നും സതീശൻ സർക്കാരിന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് കരിനിഴൽ വീഴ്ത്തുന്ന കനത്ത വീഴ്ചയാണിതെന്നും സമസ്ത കുറ്റപ്പെടുത്തി. ഈ വഞ്ചന ഉടനടി തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം മതേതര മനസ്സുകൾ ഈ സർക്കാരിൽ നിന്ന് പൂർണ്ണമായി മകലുമെന്നും സമസ്ത കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്.